നമസ്കാരം. ഇസ്രായേലിൽ ഛത്രപതി ശിവാജിക്ക് എന്താണ് കാര്യം? ആ ചോദ്യം നമ്മുടെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഒരിക്കലും നിങ്ങളോട് ഉടനെ ചോദിക്കില്ല. വരും ദിവസങ്ങളിൽ ചിലപ്പോൾ അസ്വസ്ഥരായി ചോദിച്ചേക്കാം. പക്ഷേ തൽക്കാലം അടുത്തൊരു 1-2 ആഴ്ചകളിലേക്കെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് അവർ ഈ ഒരു വിഷയത്തെ സ്പർശിക്കുക പോലുമില്ല. പക്ഷേ ഈ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം ഈ കഴിഞ്ഞ ദിവസം ഇസ്രായേലിൻ്റെ മുംബൈയിലേക്കുള്ള കൗൺസിൽ ജനറൽ യാനിവ് റവാച്ച് അദ്ദേഹം മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിനെ സന്ദർശിച്ചിരുന്നു. അപ്പോൾ ശ്രീ ദേവേന്ദ്ര ഫട്നാവിസിനെ അദ്ദേഹം സന്ദർശിച്ചത് 2 ഉദ്ദേശങ്ങളോടുകൂടിയായിരുന്നു. ഒന്ന്, ഈ ശിവാജിയുടെ രാജ്യാഭിഷേകം സംബന്ധിച്ചുള്ള ഒരു വാർഷികാഘോഷങ്ങൾ മഹാരാഷ്ട്രയിൽ നടക്കുകയാണ്, അതിനുള്ള ഒരു അനുമോദനവും അതിനോടുള്ളൊരു എന്താ പറയുക, ഇസ്രായേലിൻ്റെ ഒരു സഹവർത്തിത്വവും ഒരു ആശംസകളും എല്ലാം അറിയിക്കുവാനും, രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഛത്രപതി ശിവാജിയുടെ ഒരു പ്രതിമ ഇസ്രായേലിലെ ഏതെങ്കിലും ഒരു പ്രധാന നഗരത്തിൽ സ്ഥാപിക്കുന്നതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുവാനുമായിരുന്നു. ഈ ചർച്ചകൾ തുടങ്ങിയ വേളയിൽ തന്നെ നമ്മുടെ ഈ കൗൺസിൽ ജനറലിൻ്റെ വാക്കുകളിലൂടെ തന്നെ പറഞ്ഞാൽ ദേവേന്ദ്ര ഫട്നാവിസ് വളരെയധികം സന്തോഷത്തോടു കൂടി അതിനെല്ലാ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്തു. യാനിവ് റവാച്ച് പറയുന്നത്, ഛത്രപതി ശിവാജി ഭാരതത്തിൻ്റെ ഒരു അഭിമാനത്തിൻ്റെ പ്രതീകമാണ്. അത് അദ്ദേഹത്തിന് തന്നെ ഭാരതത്തിൽ വിവിധ സ്ഥലങ്ങളിൽ സന്ദർശിക്കുന്നതിലൂടെ തന്നെ ബോധ്യമായിട്ടുണ്ട്. ഭാരതത്തിൻ്റെ ഒരു ഐക്യത്തിൻ്റെ പ്രതീകം കൂടിയായി ഇപ്പോൾ ഛത്രപതി ശിവാജി വളർന്നു വരികയാണ്. ചരിത്രം പരിശോധിക്കുമ്പോൾ അത് തന്നെയാണ് യാഥാർത്ഥ്യം എന്നുള്ളതും മനസ്സിലായി എന്നാണ് അദ്ദേഹം പറയുന്നത്. യാനിവ് റവാച്ച് ഇങ്ങനെ വെറുതെ പറയുന്നതല്ല. കാരണം ഈ ഛത്രപതി ശിവാജിയെ ഒരു ബിംബമായി, ഭാരതത്തിൻ്റെ ഒരു ബിംബമായി ഇസ്രായേലിൻ്റെ ഒരു പ്രതിമ രൂപത്തിൽ സ്ഥാപിക്കുക, ഇസ്രായേലിൻ്റെ ഏതെങ്കിലും ഒരു പ്രധാന നഗരത്തിൽ പ്രതിമ രൂപത്തിൽ സ്ഥാപിക്കുക, ആ ഒരു ചരിത്രം ജൂതന്മാരെ മനസ്സിലാക്കുവാൻ വേണ്ടി ആ ഒരു പ്രതിമ കൊണ്ട് മാത്രം ഇത്തരത്തിലൊരു സംരംഭം നിർത്തില്ല. പകരം ശിവാജിയുടെ ജീവചരിത്രം പ്രധാനപ്പെട്ട പുസ്തകങ്ങളിലായി ഒരുപാട് ചിതറിക്കിടപ്പുണ്ട്. അവയെല്ലാം ഒന്ന് ക്രോഡീകരിച്ച് ഹീബ്രു ഭാഷയിലേക്ക് തർജ്ജിമ ചെയ്ത് ഒരുപക്ഷെ പാഠ്യപദ്ധതികളായി തന്നെ ഇസ്രായേലിൽ അവതരിപ്പിക്കുവാനുള്ള ഒരു പദ്ധതിയും ഇപ്പോൾ മുന്നോട്ട് വയ്ക്കപ്പെടുന്നുണ്ട്. യാനിവ് റവാച്ച് പറയുന്നത്, ഇത്തരത്തിൽ ശിവാജിയുടെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് ഭാരതത്തെ സംബന്ധിച്ച് ഒരു ചരിത്ര പുരുഷനാണ്. ഹിന്ദുവി സ്വരാജ്, ശ്രദ്ധിക്കുക, മറാഠി സ്വരാജ് അല്ല, ഹിന്ദുവി സ്വരാജ്, ഹിന്ദുക്കളുടെ ഒരു സ്വരാജ്യം, സ്വയംഭരണ രാഷ്ട്രം സൃഷ്ടിക്കുവാൻ വേണ്ടി ശ്രമിച്ച് അധിനിവേശ ശക്തികൾക്കെതിരെ ഇസ്രായേലിൽ ജൂതന്മാരെങ്ങനെ അധിനിവേശ ശക്തികൾക്കെതിരെ പോരാടിയോ, അല്ലെങ്കിൽ കാലാകാലങ്ങളായി ഇസ്രായേലിലെ ജൂതന്മാർ, ഇസ്രായേൽ ജന്മഭൂമിയായ ജൂതന്മാർ ലോകമെമ്പാടും അധിനിവേശ ശക്തികൾക്കെതിരെ എങ്ങനെ പോരാടിയോ അത്തരത്തിലുള്ള സുദീർഘമായ പോരാട്ടങ്ങൾ ഒരു വല്ലാത്തൊരു ശക്തിയോടുകൂടി മറാഠ സാമ്രാജ്യത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, മഹാരാഷ്ട്രയിൽ പേഷ്വമാരൊക്കെ ശിവാജിക്ക് മുൻപും ഉണ്ടായിരുന്നു. രാജാക്കന്മാർ പലരും ചിന്നിച്ചിതറിക്കിടക്കുന്ന അവസ്ഥയിലുണ്ടായിരുന്നു. അവരെല്ലാം വ്യക്തിപരമായി ശക്തി ഉള്ളവരുമായിരുന്നു. പക്ഷേ ശിവാജിയുടെ ഉദയത്തോടു കൂടിയാണ് മറാഠ സാമ്രാജ്യത്തിന് ഏകീകരിച്ച് അധിനിവേശ ശക്തികൾക്കെതിരെ പോരാടുവാനുള്ള ഒരു കാരണം കിട്ടിയത്, അല്ലെങ്കിൽ ഒരു നേതാവിനെ ലഭിച്ചത്. ആ നേതാവിനെ അവർ ഒരു ദൈവത്തെപ്പോലെ തന്നെ ആരാധിക്കുന്നുണ്ട്. അത് എല്ലാം കൃത്യമായി മനസ്സിലാക്കി അത് വാക്കുകളിലൂടെ പ്രകടിപ്പിക്കുക കൂടിയാണ് യാനിവ് റവാച്ച് കഴിഞ്ഞ ദിവസം ചെയ്തത്. തന്നെയുമല്ല, അദ്ദേഹം ഈ ഒരു ശിവാജിയുടെ ജീവചരിത്രം ഹീബ്രുവിലേക്ക് തർജ്ജിമ ചെയ്യുന്നതിലൂടെ ഈ ഒരു അധിനിവേശ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടത്തിൻ്റെ ഇന്നത്തെ കാലത്തുള്ള പ്രസക്തി കൂടി വിളിച്ചു പറയുകയാണ്, പറയാതെ തന്നെ പറയുകയാണ്. അതുതന്നെയാണ് ഛത്രപതി ശിവാജിയുടെ ഒരു പ്രതിമ ഇസ്രായേലിലെ ഏതെങ്കിലും ഒരു പ്രധാന നഗരത്തിൽ, ഇനി വരും ദിവസങ്ങളിലെ അത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ ഔദ്യോഗികമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കപ്പെടുകയുള്ളൂ. അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ മാധ്യമങ്ങളുമായി ഇസ്രായേൽ നേരിട്ട് പങ്കുവയ്ക്കുകയുള്ളൂ. പക്ഷേ ഒരു പ്രാരംഭ നടപടികൾ ഇത് സംബന്ധിച്ചുള്ളത് എല്ലാം ആരംഭിച്ചു കഴിഞ്ഞു. മഹാരാഷ്ട്ര സർക്കാരും അത്യധികം സന്തോഷത്തോടു കൂടി തന്നെ ഈ പദ്ധതിയിൽ പങ്കാളികളാവുകയാണ്. ഭാരതത്തിൽ നിർമ്മിക്കുന്ന പ്രതിമ ഇസ്രായേലിലേക്ക് അയച്ച് അവിടെ സ്ഥാപിക്കപ്പെടുകയായിരിക്കും ചെയ്യുന്നത്. പണ്ട് സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഫ്രാൻസ് അമേരിക്കയിലേക്ക് അയച്ചതുപോലെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയെക്കാളുമോ ഫ്രാൻസിനേക്കാളുമോ അമേരിക്കയെക്കാളുമോ, കാരണം അമേരിക്ക ഒരു രാജ്യമെന്നുള്ള നിലയിലായിട്ട് ഇപ്പോൾ 250 വർഷങ്ങളേ ആകുന്നുള്ളൂ. സ്വതന്ത്ര ഭാരതം നമുക്ക് വേണമെങ്കിൽ പറയാം 1948 നിലവിൽ വന്നതെന്ന്. പക്ഷേ ഭാരതം ഒരു രാഷ്ട്രമെന്നുള്ള നിലയിൽ, രാജ്യമെന്നുള്ള നിലയിലല്ല, ഒരു രാഷ്ട്രമെന്നുള്ള നിലയിൽ നിലനിൽക്കുവാൻ തുടങ്ങിയിട്ട് 10,000-ന് മുകളിൽ വർഷങ്ങളായി.
നമുക്കറിയാവുന്ന ഇതിഹാസ ചരിത്രങ്ങൾ നിന്ന് മാത്രം വായിച്ചെടുക്കുമ്പോൾ അതിനുമപ്പുറത്തേക്ക് അതിനും പിന്നിലേക്ക് ഭാരതത്തിൻ്റെ പൈതൃകം നീണ്ടു കിടക്കുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ ആ പൈതൃകത്തിൽ ഏറ്റവും ധീരന്മാരായ ഭാരതപുത്രന്മാരുടെ പട്ടികയിൽ മുന്നിട്ട് നിൽക്കുന്ന, ഏറ്റവും ശോഭയോടുകൂടി ജ്വലിച്ച് നിൽക്കുന്ന ഒരു പ്രതിനിധിയാണ് ഛത്രപതി ശിവാജി. ആ പ്രതിനിധിക്ക്, ഭാരതത്തിൻ്റെ ആ ധീരപുത്രന് ഇസ്രായേലിലും ഒരു ആദരം ലഭിക്കുക എന്ന് പറയുന്നത് ഭാരതീയരെ സംബന്ധിച്ച്, എല്ലാ ഭാരതീയരെ സംബന്ധിച്ചും സന്തോഷമുള്ള കാര്യമാണ്. പാകിസ്ഥാനികൾക്കും ചൈനക്കാർക്കും അത്ര സന്തോഷമുള്ള കാര്യമായിരിക്കില്ല, അത് വിട്ടേക്കൂ. പിന്നെ നമ്മുടെ വ്യാജഗാന്ധി കുടുംബത്തിനും അത്ര സന്തോഷം നൽകുന്നൊരു വാർത്തയായിരിക്കില്ല, അതെല്ലാം വിട്ടേക്കൂ. പക്ഷേ ഹിന്ദുവി സ്വരാജിൻ്റെ പാരമ്പര്യത്തിൽ വിശ്വസിക്കുന്നവർക്ക്, ഭാരതത്തിൻ്റെ പൈതൃകത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഇതൊരു അഭിമാന നിമിഷം തന്നെയാണ്, ഒരു സംശയവും വേണ്ട. എന്തായാലും വളരെയധികം സന്തോഷം നൽകുന്ന ഈ വാർത്ത അറിഞ്ഞ വഴി പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവയ്ക്കണമെന്ന് തോന്നി. ഈ ഒരു ഹിന്ദുവി സ്വരാജ്, അദ്ദേഹത്തിൻ്റെ ഒരു ശിവാജി മഹാരാജ് അല്ലെങ്കിൽ ഛത്രപതി ശിവാജി, മഹാരാജ് ശിവാജിയായിരുന്നു. ഛത്രപതി ശിവാജിയായുള്ള സ്ഥാനാഭിഷേകത്തിൻ്റെ വാർഷികാഘോഷങ്ങൾ ഇപ്പോൾ മഹാരാഷ്ട്രയിൽ വിപുലമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ അവസരത്തിൽ ഛത്രപതി ശിവാജി മഹാരാജാവിന് ലഭിക്കുന്ന ഈ ഒരു ആദരത്തെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ ഒരു അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് തീർച്ചയായും കമൻറ്റുകളിലൂടെ തത്വമൈ ന്യൂസുമായി പങ്കുവയ്ക്കുക. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള ഒരു ശിവാജി മഹാരാജിനെ ഒരു ഹിന്ദുവിൻ്റെ, ഹൈന്ദവ അഭിമാനത്തിൻ്റെ, ആത്മാഭിമാനത്തിൻ്റെ, സ്വാഭിമാനത്തിൻ്റെ ബിംബമായി ഉയർത്തിക്കാട്ടുന്നതിനെ ഇവിടെ എതിർക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ മഹാരാഷ്ട്രയിൽ ചെല്ലുമ്പോൾ അവരുടെ കൊടികളിലും ബാനറിലും എല്ലാം ശിവാജി മഹാരാജാവിൻ്റെ ചിത്രം ആലേഖനം ചെയ്യുന്നതിലെ ഒരു ഇരട്ടത്താപ്പ് കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമല്ല മറ്റു പലർക്കുമുണ്ട്. വീർ സവർക്കറിനെ ഇവിടെ വന്ന് തള്ളിപ്പറയുന്ന രാഹുൽ ഗാന്ധി മഹാരാഷ്ട്രയിലെത്തുമ്പോൾ അത് കുറച്ച് പിന്നോക്കം പിടിക്കാറുണ്ട് ആ തള്ളിപ്പറയൽ. ശിവാജി മഹാരാജാവിൻ്റെ കാര്യം, ഛത്രപതി ശിവാജിയുടെ കാര്യം മിണ്ടാറില്ല. പക്ഷേ പുറത്തെത്തുമ്പോൾ അത്യാവശ്യം ഈ ക്ലോസ്ഡ് ഡോർ മീറ്റിംഗ്സ് എന്നൊക്കെ പറയുമല്ലോ, അവിടെയെല്ലാം വളരെ പുച്ഛത്തോടു കൂടി തന്നെയാണ് കോൺഗ്രസ്സുകാർ ഛത്രപതി ശിവാജിയെക്കുറിച്ച് കുറച്ച് കാലം മുൻപ് വരെ സംസാരിച്ചിരുന്നത്. ഇപ്പോൾ അതിനൊരു മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം മഹാരാഷ്ട്രയിൽ അതിനെതിരെയുള്ള പ്രതികരണങ്ങൾ ഉണ്ടായി എന്നുള്ളത് മാത്രമല്ല, ഭാരതമൊട്ടാകെ അതിനെതിരെയുള്ളൊരു പ്രതികരണം ഉണ്ടായി തുടങ്ങി. അതിൻ്റെ ഒരു സൂചന, ഈ ഒരു പ്രതികരണങ്ങൾ നൽകുന്ന ഒരു സൂചന ഹിന്ദുവിൻ്റെ സ്വാഭിമാനം ഉയർത്തുവാൻ പ്രാപ്തമായിട്ടുള്ള ഏറ്റവും ശക്തമായ ബിംബങ്ങളിലൊന്ന് ഛത്രപതി ശിവാജി മഹാരാജ് തന്നെയാണ്. അത് അദ്ദേഹം അർഹിക്കുന്ന ഒരു സ്ഥാനവും കൂടിയാണ്. അതിൻ്റെ തെളിവ് കൂടിയാണ് ഇസ്രായേലിൽ നിന്ന് ലഭിക്കുന്ന ഈ ഒരു ആദരം. ഇത് സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങളും പ്രേക്ഷകർ തീർച്ചയായും ഞങ്ങളുമായി പങ്കുവയ്ക്കുക. കാരണം ഈ ഒരു വിഷയം നമ്മുടെ ഒരു പൈതൃകത്തിൻ്റെ അഭിമാനം എന്നുള്ള രീതിയിൽ തന്നെ സംവാദത്തിൽ തുടരേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ERT അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.